Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyannur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി 1 മുതൽ 20 വരെ നടക്കും. കാർഷിക മേഖലയിലെ ഗവേഷണ പുതുമകൾ പ്രദർശിപ്പിക്കുന്നതിനും വിനോദ വിജ്ഞാന ഉപാധികൾ ഉൾപ്പെടുന്ന ഫാം കാർണിവലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുള്ള ക്ഷേത്രാലങ്കാരങ്ങളും അടക്കാ തൂണുകളും കളിയാട്ട മഹോത്സവത്തിന്റെ പ്രത്യേകത. കണ്ണൂർ ജില്ലയിലെ ടൂറിസം കേന്ദ്രമായി മാറി കൈതപ്പുറം. വണ്ണാത്തിപ്പുഴയുടെ കുറുകെയുള്ള കൈതപ്പുറം തൂക്കുപാലം കാണുവാനും ക്യാമറയിൽ പകർത്തുവാനും ഇവിടെ എത്തുന്നത് നിരവധി സഞ്ചാരികൾ. പയ്യന്നൂർ കണ്ടോത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. കാഞ്ഞങ്ങാട് നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ടൗൺ ടു ടൗൺ ബസും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വിശദമായ വാർത്തകളിലേക്ക്. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി 1 മുതൽ 20 വരെ നടക്കും. പുതുതലമുറയിലുള്ളവരെ കൃഷിയിലേക്കും അനുബന്ധ പ്രവൃത്തികളിലേക്കും അടുപ്പിക്കുന്നതിനും കാർഷിക മേഖലയിലെ ഗവേഷണ പുതുമകൾ പ്രദർശിപ്പിക്കുന്നതിനും ഫാം കാർണിവലിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി കേന്ദ്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുജനങ്ങൾക്ക് കൃഷിയുടെ മേന്മ തിരിച്ചറിയാൻ ഉതകുന്ന തരത്തിൽ വിജ്ഞാനവും വിപണനവും വിനോദവും കോർത്തിണക്കി ശാസ്ത്ര സാങ്കേതിക വിദ്യകളും വ്യത്യസ്തമായ വിളകളും കൃഷിരീതികളും അനുഭവിച്ചും ആസ്വദിച്ചും സന്ദർശകരെ ഫാമിലൂടെ നടത്തുന്ന നേച്ചർ വാക്ക് ഫാമാണ് കാർണിവലിന്റെ പ്രത്യേകത. കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദിക്കാനുള്ള സൗകര്യവും ഫാം കാർണിവലിലുണ്ട്. തെങ്ങുകളുടെയും വാഴ, ചെറുധാന്യങ്ങൾ, അലങ്കാര ചെടികൾ, മാവ്, നെല്ല്, പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഔഷധ സസ്യങ്ങൾ, എണ്ണക്കുരു വിളകൾ, സുഗന്ധവിളകൾ എന്നീ വിളകളുടെ ജൈവ പാർക്കും ഫാം കാർണിവലിനായി ഒരുക്കിയിട്ടുണ്ട്. ജനുവരി 1 മുതൽ പകൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറും രാത്രി 7 ഗാനമേളകളും നാടൻ പാട്ടുകളും നൃത്തയിനങ്ങളും ഉൾപ്പെടുന്ന കലാപരിപാടികളും അരങ്ങേറും. ജനുവരി 1 രാവിലെ 11 മണിക്ക് ഫാം കാർണിവലിലേക്കുള്ള പ്രവേശന ടിക്കറ്റിന്റെ ആദ്യ വിൽപ്പന കേരള കാർഷിക സർവകലാശാല എക്സ്റ്റൻഷൻ ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോൺ നിർവഹിക്കും. ജനുവരി 3 രാവിലെ 9 മണിക്ക് മ്യൂസിയം വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫാം കാർണിവൽ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. കാർഷിക സർവകലാശാല പവലിയൻ രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. ശാസ്ത്ര സാങ്കേതിക വിദ്യ ഫീൽഡ് പ്രദർശനം E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ B അശോക് മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ പിലിക്കോട് കേന്ദ്ര മേധാവി ഡോക്ടർ T വനജ, ഫാം ഇൻചാർജ് PK രതീഷ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ സാബു ജോസഫ്, ഫാം സൂപ്രണ്ട് KC ജയ്മോൻ എന്നിവർ പരിപാടികളെക്കുറിച്ച് വിശദീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. MT വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ തൃക്കരിപ്പൂർ ടൗണിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. തൃക്കരിപ്പൂർ സദ്ഭാവനയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. MT വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്താൻ തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സദ്ഭാവനയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും ഗാന്ധിയനുമായ KV രാഘവൻ മാസ്റ്റർ അനുസ്മരണ ഭാഷണം നടത്തി. സദ്ഭാവന പ്രസിഡന്റ് K ശശി, K ശ്രീധരൻ മാസ്റ്റർ, PP വേണുഗോപാലൻ, E ബാലകൃഷ്ണൻ, AG ബഷീർ, EV ദാമോദരൻ, KK സജിത് തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. രാമന്തളി ലോകരെ കളരി കൊട്ടാരം വക താവൂരിയാട്ട് ക്ഷേത്രത്തിൽ കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്രാലങ്കാരങ്ങൾ പ്രകൃതി വിഭവങ്ങളിൽ നിന്നാണ്. പഴുത്ത അടക്കകൾ കൊണ്ടുണ്ടാക്കിയ അടക്ക തൂണുകളും മറ്റ് അലങ്കാരങ്ങളും ഏവരുടെയും മനം കവരുന്നതാണ്.
കളിയാട്ടത്തിന്റെ രണ്ടാം നാൾ മുതലാണ് അടക്കാത്തൂണടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങൾ ഒരുക്കിയത്. 22,000 പഴുത്ത അടക്കകൾ കൊണ്ടാണ് ഇത്തവണ അടക്കാത്തൂണുകൾ ഒരുങ്ങിയത്. ചെക്കിപ്പൂവ്, എരിക്കിൻ പൂവ്, ചെമ്പകപ്പൂവ് തുടങ്ങി പഴയ കാലത്ത് സമൃദ്ധമായിരുന്ന നാട്ടുപൂക്കളും അലങ്കാരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ട്. ഇരുപത്തിരണ്ടായിരത്തോളം അടക്കകൾ നമ്മുടെ പ്രദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ശേഖരിച്ചുകൊണ്ട് നമ്മുടെ സമുദായത്തിലെ ബാല്യക്കാരും അച്ഛന്മാരുടെ നേതൃത്വത്തിൽ വളരെ കൂട്ടായ്മയോടുകൂടി ധനുമാസം 12-ാം തീയതി രാവിലെ 8 മണിക്ക് ആരംഭിച്ച് വൈകുന്നേരത്തോടുകൂടി സമാപിക്കുകയും കൂടാതെ അടക്കകളെ കൂടാതെ പ്രകൃതിയിൽ നിന്ന് മാത്രം ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ചക്ക, മാങ്ങ, തേങ്ങ, പ്രകൃതി നിന്ന് കിട്ടുന്ന പൂക്കൾ, ചെക്കിപ്പൂ, എരിക്കിൻ പൂ തുടങ്ങിയിട്ടുള്ളവ, അതുപോലെ വാഴക്കൂമ്പ്, വാഴത്തട ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ക്ഷേത്രമുറ്റവും ക്ഷേത്രമാടവും എല്ലാം തന്നെ അലങ്കരിക്കുന്നത്. അടയ്ക്കാക്കുലകളും തേങ്ങ, ചക്ക, മാങ്ങ എന്നിവ കൊണ്ടുള്ള അലങ്കാരങ്ങളും ഈ ക്ഷേത്ര കളിയാട്ടത്തിന്റെ പ്രധാന പ്രത്യേകത തന്നെയാണ്. ഊർപ്പഴശ്ശി ദേവനും വേട്ടക്കുരുമകൻ ഈശ്വരനുമാണ് ഇവിടുത്തെ പ്രധാന ദൈവകോലങ്ങൾ. താവരിയാട്ട് ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്രത്തിൻ്റെ ചമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അടക്കത്തൂണുകളാണ് ഏറ്റവും വലിയ പ്രത്യേകത. 22,000-ഓളം അടക്കകൾ, പഴുത്ത അടക്കകൾ ഉപയോഗിച്ചാണ് ഇവിടെ അടക്കത്തൂണുകൾ നിർമ്മിക്കുന്നത്. ഏറ്റവും ഭംഗിയുള്ളൊരു കാഴ്ച തന്നെയാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എരിക്കിൻ പൂ അടക്കമുള്ള സാധനങ്ങളും ഈ ഒരു ചമയത്തിന് മാറ്റുകൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പ്രകൃതിയോട് ഇണങ്ങിയുള്ള ഒരു ഉത്സവം, ക്ഷേത്രോത്സവം എന്ന് തന്നെ പറയുന്നതിലും തെറ്റില്ല. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. ഗോവ മന്ത്രി വിശ്വജിത് റാണെ മാടായി തിരുവർക്കാട്ടുകാവിൽ ദർശനം നടത്താനെത്തി. ഹെലികോപ്റ്റർ മാർഗം മാടായിപ്പാറയിൽ എത്തിയാണ് ഇദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 8:45ഓടെയാണ് മന്ത്രി വിശ്വജിത് റാണെ മാടായിപ്പാറയിലെ പഞ്ചായത്ത് മൈതാനത്ത് ഹെലികോപ്റ്ററിൽ എത്തിയത്. തുടർന്ന് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്ര ദർശനത്തിനായി തിരിച്ചു. 10:45ഓടെ മാടായിക്കാവിലുമെത്തി. ക്ഷേത്ര മാനേജർ നാരായണ പിടാരർ, നവീകരണ സമിതി ജനറൽ സെക്രട്ടറി KVN ബൈജു എന്നിവരുടെ നേതൃത്വത്തിൽ മന്ത്രിയെ സ്വീകരിച്ചു. That is for what? They want to use for what? Chambil. Fully copper. I'll keep this with you. ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് മാടായിക്കാവിലമ്മയെ തൊഴുത് പ്രത്യേക പൂജകളും വഴിപാടുകളും മന്ത്രി നടത്തി. 11:30ഓടെ ഹെലികോപ്റ്ററിൽ മടങ്ങി. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. സഞ്ചാരികളെ മാടി വിളിച്ച് കൈതപ്രത്തെ തൂക്കുപാലം. വണ്ണാത്തിപ്പുഴയുടെ കുറുകെയുള്ള തൂക്കുപാലം കാണുവാനും ക്യാമറയിൽ പകർത്തുവാനും നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മനോഹരമായ കൈതപ്രത്തെ കമ്പിപ്പാലത്തിന് മുകളിലാണ്. നമുക്കറിയാം, വണ്ണാത്തിപ്പുഴയെക്കുറിച്ചൊക്കെ കവി അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഒരുപാട് പാടിയിട്ടുണ്ട്. അങ്ങനെ വണ്ണാത്തിപ്പുഴയുടെ തീരത്താണ് നമ്മളുള്ളത്. ഈ കമ്പിപ്പാലത്തിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എൻ്റെ കൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയുണ്ട്. അതുപോലെ തന്നെ ഈ കമ്പിപ്പാലം എന്നും നല്ല രീതിയിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ നാട്ടിൻ്റെ വാർഡ് മെമ്പർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്.
ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഉണ്ട് അല്ലേ? പേരെന്താ പറഞ്ഞത്? എൻ്റെ പേര് സുജിത്ത് അല്ലേ? 2ാം വാർഡ് മെമ്പറാണ്. 2ാം വാർഡിലെ മെമ്പറാണ്. എന്താണ് ഈ കമ്പിപ്പാലത്തിന്റെ ചരിത്രം? എന്താണ് കമ്പിപ്പാലത്തിന്റെ ചരിത്രം? പണ്ടൊക്കെ ഇവിടെ കോൺക്രീറ്റ് പാലങ്ങളൊക്കെ സ്വപ്നമായിരുന്നു. പ്രദേശത്ത് അവികസിത മേഖലയായിരുന്നു. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ബ്രാഹ്മണ സമുദായം കൂടുതൽ പേരുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ കാലക്രമേണ പാലത്തിൻ്റെ ഒരു ആവശ്യം, ഇവിടെ ഒരു പ്രധാന കടവായി 2 പ്രദേശങ്ങളെ, കരിങ്കച്ചാലും കച്ചേരിക്കടവും പ്രദേശം, അതുപോലെ തന്നെ ഇപ്പുറം ഇടതുഭാഗം കൈതപ്പം. അപ്പോൾ 2 പ്രദേശത്തുകാരെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ എല്ലാവരും മുൻകൈയെടുത്ത് ഭരണാധികാരികളും മുന്നേ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് അധികാരികളൊക്കെ ശ്രദ്ധ വെച്ചു. അതിൻ്റെ ഫലമായി ഒരു 10-20 വർഷം മുമ്പേ ഇവിടെ ഒരു കമ്പിപ്പാലം സ്ഥാപിതമായി. അപ്പോൾ അത് തുടക്കത്തിൽ ഇത്ര ഭംഗിയുണ്ടാവുമെന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ചാരുതയും ഒത്തിണങ്ങി വരുമ്പോഴേക്ക് ഇതൊരു മനോഹരമായി ടൂറിസ്റ്റിന്, ഒരു സെമി ടൂറിസം മേഖലയ്ക്ക് ഒരു സാധ്യതയുള്ള സ്ഥലമായി മാറി. ഇനി ഈ പാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, പലപ്പോഴും ഈ കമ്പിപ്പാലങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. നമ്മളെല്ലായിടത്തും കോൺക്രീറ്റ് പാലങ്ങൾ വരികയാണ്. പക്ഷേ ഈ നാടിൻ്റെ സൗന്ദര്യത്തെ എന്ന് നിലനിൽക്കണം. അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് വരെ ഒരു വളരെയധികം സാധ്യതകളുള്ളൊരു പ്രദേശമാണ് ഈ കമ്പിപ്പാലം പ്രദേശം. എങ്ങനെയാണ് വീണ്ടും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുക? തീർച്ചയായും ഒരു നല്ല ചോദ്യമാണ് അത്. അപ്പോൾ എല്ലാ പ്രദേശത്തുകാരും കോൺക്രീറ്റ് പാലമാണ് ആഗ്രഹിച്ചത്. പക്ഷേ ഇവിടെ ഈ നാട്ടുകാർ എല്ലാം കൂലിവേല ചെയ്യുന്നവരും അതുപോലെ തന്നെ കൃഷിയെ സ്നേഹിക്കുന്നവരും പ്രകൃതിക്ക് എപ്പോഴും ഒരു മുൻതൂക്കം കൊടുക്കുന്ന, അല്ലെങ്കിൽ പ്രകൃതി പരിപാലിക്കണം എന്നൊരു ചരിത്ര, അല്ലെങ്കിൽ ഒരു സത്യം അവർക്ക് മുന്നിലുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായി ഇവിടുത്തെ ഗ്രാമീണ ജനതകൾ എല്ലാവരും ഈ കമ്പിപ്പാലം നവീകരിക്കണം എന്നാണ് പറഞ്ഞത്. ഇത് ഡിമോളിഷ് ചെയ്ത് ഇതൊരു പുതിയ കോൺക്രീറ്റ് പാലം ചെയ്യണമെന്നല്ല പറയുന്നത്. കോൺക്രീറ്റ് പാലത്തിന് സാധ്യതയുണ്ടെങ്കിൽ വേറൊരു സ്ഥലത്ത് കൂടി, അല്ലെങ്കിൽ ഈ സ്ഥലം നമുക്ക് ഇതുപോലെ തന്നെ പരിപാവനമായി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഈ കമ്പിപ്പാലം സംരക്ഷിക്കണമെന്ന ഒരു ആവശ്യമാണ് വാർഡ് മെമ്പർ എന്ന നിലയിൽ എന്നിൽ മുന്നിലോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മൾ ഗ്രാമപഞ്ചായത്തിനും അധികാരികൾക്കൊക്കെ നിവേദനം കൊടുത്തു. അതിൻ്റെ ഫലമായി കരുതലും കൈത്താങ്ങും എന്ന മന്ത്രിമാർ പങ്കെടുക്കുന്ന അദാലത്തിൽ ഇതിനൊരു പരിഹാരം ഉണ്ടായി. കഴിഞ്ഞ വർഷത്തെ അദാലത്തിലാണ് പരിഹാരം ഉണ്ടായത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് നേരിട്ട് ടെൻഡർ ചെയ്ത് ഇപ്പോൾ ഈ നവീകരണ പ്രവൃത്തി ഇവിടെ ഒരു 90% പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറിൻ്റെയും അതുപോലെ നാട്ടുകാരുടെയും സർക്കാരിൻ്റെയും എല്ലാവരുടെയും ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഈ കമ്പിപ്പാലം ഇതേപടി സംരക്ഷിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗന്ദര്യം എല്ലാവർക്കും കാണുന്നതിനും ഇവിടെ വരുന്നതിനും ആസ്വദിക്കുന്നതിനും പ്രകൃതി ആസ്വദിക്കുന്നതിനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ക്യാമറമാൻ പ്രണവ് പെരുവാമ്പയോടൊപ്പം നികേഷ് താപം, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS ക്രിസ്തുമസ് ന്യൂ ഇയർ ചന്ത തുറന്നു. പെരുമ്പ സ്ഥിരം വിപണന കേന്ദ്രത്തിന് സമീപം നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. നാടൻ പച്ചക്കറികൾ, ഗുണമേന്മയേറിയ കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, പലഹാരങ്ങൾ, വിവിധതരം അച്ചാർ, കളരി മർമ്മ ചികിത്സാ മരുന്നുകൾ, വിവിധ ആയുർവേദ മരുന്നുകൾ എന്നിവ മിതമായ നിരക്കിൽ ചന്തയിലൂടെ ലഭ്യമാകും. ഡിസംബർ 27, 28, 29 തീയതികളിലായാണ് ചന്ത നടക്കുക. ഉദ്ഘാടന ചടങ്ങിൽ കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കൺസൾട്ടന്റ് ലീല MP, അക്കൗണ്ടന്റ് ലസിത, സംരംഭകർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള കർഷക സംഘം തരിശുരഹിത കേരളം പദ്ധതിയിൽ പയ്യന്നൂർ നിയോജക മണ്ഡലത്തെ തരിശുരഹിത മണ്ഡലമായി പ്രഖ്യാപിക്കുന്നു. ഡിസംബർ 28 വൈകിട്ട് 4 മണിക്ക് കോറോം കാനായി വയലിൽ മന്ത്രി P പ്രസാദ് പ്രഖ്യാപനം നടത്തും. ഡിസംബർ 28 വൈകുന്നേരം 4 മണിക്ക് കോറോം കാനായി വയലിൽ മന്ത്രി P പ്രസാദ് പയ്യന്നൂരിനെ തരിശുരഹിത മണ്ഡലമായി പ്രഖ്യാപിക്കും. പയ്യന്നൂർ മണ്ഡലത്തിൽ 1565.31 ഹെക്ടർ വയലുകളിൽ ഇത്തവണ കൃഷി വ്യാപിപ്പിച്ചിട്ടുണ്ട്. 118 പേരടങ്ങുന്ന അഗ്രി ആർമി രൂപീകരിച്ചാണ് നെൽകൃഷി തിരിച്ചുപിടിക്കാൻ ഇടപെടൽ നടത്തിയത്. ജനുവരി മുതൽ പയ്യന്നൂർ മണ്ഡലത്തെ പച്ചക്കറി സ്വയം പര്യാപ്ത മണ്ഡലമാക്കി മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനവും നടത്തുന്നുണ്ട്. കല്യാശ്ശേരി മണ്ഡലത്തിലെ ചെറുതാഴം, അഴീക്കോട് മണ്ഡലത്തിലെ ചിറക്കൽ, ഇരിക്കൂർ മണ്ഡലത്തിലെ ചെങ്ങളായി, തലശ്ശേരി മണ്ഡലത്തിലെ എരഞ്ഞോളി, ധർമ്മടം മണ്ഡലത്തിലെ പിണറായി, മട്ടന്നൂർ മണ്ഡലത്തിലെ കീഴല്ലൂർ, കൂത്തുപറമ്പ് മണ്ഡലത്തിലെ പാട്യം, പേരാവൂർ മണ്ഡലത്തിലെ പേരാവൂർ,
തളിപ്പറമ്പ് മണ്ഡലത്തിലെ പരിയാരം, കണ്ണൂർ മണ്ഡലത്തിലെ മുണ്ടേരി എന്നീ പഞ്ചായത്തുകളെയാണ് തരിശുരഹിതമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ഗോവിന്ദൻ, പി ഗംഗാധരൻ, പുല്ലായിക്കൊടി ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭ ദേശീയ നഗര ഉപജീവന ദൌത്യം പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ വഴിയോര കച്ചവടക്കാർക്ക് ഏകീകൃത ബോർഡ് വിതരണം ചെയ്തു. ചെയർപേഴ്സൺ കെ.വി. ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ദേശീയ നഗര ഉപജീവന ദൌത്യം പദ്ധതിയുടെ ഭാഗമായി നഗരസഭാ പരിധിയിലെ വഴിയോര കച്ചവടക്കാർക്ക് ഏകീകൃത ബോർഡ് വിതരണം ചെയ്തു. ചെയർപേഴ്സൺ കെ.വി. ലളിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ഇവിടെ ഈ യോഗം വിളിച്ചതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സെക്രട്ടറിയും വൈസ് ചെയർമാനും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പയ്യന്നൂർ നഗരസഭയിൽ വിവിധ പ്രദേശങ്ങളിലായി നിരവധിയായിട്ടുള്ള ആളുകളാണ് തെരുവ് കച്ചവടം നടത്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വൈസ് ചെയർമാൻ പി.വി. കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി എം.കെ. ഗിരീഷ്, ജില്ലാ എൻഫോഴ്സ്മെന്റ് ഓഫീസർ അഷറഫ്, ക്ലീൻ സിറ്റി മാനേജർ പി.പി. കൃഷ്ണൻ, NULM മൾട്ടി ടാക്സ് പേഴ്സണൽ ഷൈനി PC എന്നിവർ സംസാരിച്ചു. നഗരസഭാ പരിധിയിൽ വിവിധയിടങ്ങളിൽ വഴിയോര കച്ചവടം ചെയ്യുന്ന ഈ വർഷം ലൈസൻസ് പുതുക്കിയ 70 പേർക്കാണ് ഏകീകൃത ബോർഡ് വിതരണം ചെയ്തത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കലാക്ഷേത്ര വിദ്യാലക്ഷ്മി ടീച്ചറും സംഘവും ചേർന്നൊരുക്കിയ നാട്യനാടക രൂപത്തിലുള്ള രാമായണം രാമചരിതം എന്ന പേരിൽ വേദികളിലെത്തുന്നു. വിവിധ ഇന്ത്യൻ ഭാഷകളുടെ സംയോജനമാണ് ഈ കലയിൽ നിറയുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. സാധാരണ നാട്യനാടക രൂപത്തിൽ ഭരതനാട്യം അവതരിപ്പിക്കാറുണ്ടെങ്കിലും അതിൽ അകമ്പടിയേകുന്ന സംഗീതം, ആശയമൊക്കെ ഏതെങ്കിലും ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങുന്നതാകും. എന്നാൽ വിദ്യാലക്ഷ്മി ടീച്ചറും സംഘവും ഒരുക്കുന്ന ഈ പുതിയ രാമചരിതം വിവിധ ഇന്ത്യൻ ഭാഷകളുടെ സംയോജനമാണ്. രാജ്യത്തിന്റെ ഏതു കോണിൽ ഈ കലാരൂപം അവതരിപ്പിച്ചാലും ഇതിലെ ഒരു ശ്ലോകമെങ്കിലും അവിടുത്തുകാരുടെ ഭാഷയിലായിരിക്കും. അങ്ങനെ ഭാഷകളുടെ അതിർവരമ്പുകൾ ഇവിടെ അറ്റുപോകുന്നു. തുളസീദാസിന്റെ ഹിന്ദി രാമഭജനിലാണ് രാമചരിതത്തിന്റെ തുടക്കം. ഏകശ്ലോക രാമായണം, കുലശേഖര ആൾവാറിന്റെ രാമനെക്കുറിച്ചുള്ള തമിഴ് താരാട്ട്, ത്യാഗരാജന്റെ തെലുങ്ക് ഭാഷയിലുള്ള രാമകൃതി, പട്ടണം സുബ്രഹ്മണ്യ അയ്യരുടെ രാമകൃതി, തുഞ്ചത്തെഴുത്തച്ഛന്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ആരണ്യകാണ്ഡത്തിലെ ജടായുഗതി, അരുണാചൽ കവി രായരുടെ രാമനാടക കീർത്തനം തുടങ്ങിയ കൃതികളൊക്കെ ഈ ഭരതനാട്യ നാടക രൂപത്തിൽ അരങ്ങിലെത്തുന്നുണ്ട്. ഞാൻ ഡോക്ടർ വിദ്യാലക്ഷ്മി, ലാസ്യ കോളേജിൽ വർക്ക് ചെയ്യുന്നു, ഭരതനാട്യത്തിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ, എൻ്റെ ഗൃഹാങ്കണത്തിൽ ലക്ഷ്മി നാട്യഗൃഹം എന്ന പേരിൽ ഒരു കലാസ്ഥാപനം നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചി കലാമണ്ഡലം ലത, ഡോക്ടർ കലാമണ്ഡലം ലത ഇടവലത്ത്, അവർ ആദ്യം തുടങ്ങിയ ക്ലാസ്സാണ് ശരിക്കും ഞങ്ങളുടെ ഗൃഹത്തിൽ. അപ്പോൾ ആ ക്ലാസ് ഇതുവരെ നിർത്തിയില്ല, അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആണ് എൻ്റേതായ രീതിയിലുള്ള പ്രൊഡക്ഷൻസ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. രാമചരിതം എൻ്റെ 3ാമത്തെ പ്രൊഡക്ഷനാണ്. ആദ്യത്തേത് അഗ്നിദേവ, ഇതൊക്കെ ഡ്രമാറ്റിക് പ്രൊഡക്ഷൻ. അതുപോലെ ത്രിജട, അതിനുശേഷമാണ് ഭരതനാട്യ നാടക രൂപത്തിൽ രാമചരിതം എന്ന ഒരു ഇനം ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായത്. ഭരതനാട്യ നാടക രൂപം എന്ന് വെച്ചാൽ ഭരതനാട്യ കൃതികളാണ് എടുത്തിട്ടുള്ളത്. രാമായണത്തിലെ സീത, ജഡായു തുടങ്ങിയ കഥാപാത്രങ്ങൾ നൽകുന്ന പാഠം എങ്ങനെ സാധാരണക്കാരന്റെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാം എന്ന ഓർമ്മപ്പെടുത്തലുമായുള്ള തില്ലാനയും മംഗളവുമായാണ് നാട്യനാടകം അവസാനിക്കുന്നത്. ഭരതനാട്യത്തിൽ അഭിനയത്തിനുള്ളൊരു പ്രാധാന്യം നമുക്കറിയാം. ഇത് അതിലൊരു പടി കൂടി മുന്നോട്ട് പോയി ഒരു നാട്യനാടക രൂപത്തിൽ രാമായണം നമുക്ക് മുന്നിൽ കാണിച്ചു തരികയാണ് വിദ്യാലക്ഷ്മി ടീച്ചറും ശിഷ്യരും. എല്ലാ ഭാവുകങ്ങളും അവർക്ക് നൽകുകയാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറാമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം KN വർഷ. റോഡരികിൽ ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നു. ഓലയമ്പാടി കുറ്റൂർ റോഡിൽ കണ്ണങ്ങാട്ട് ശിവക്ഷേത്രത്തിനു സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി മരം സ്ഥിതി ചെയ്യുന്നത്. ഓലയമ്പാടി കുറ്റൂർ മാതമംഗലം റോഡിൽ കുറ്റൂർ കണ്ണങ്ങാട്ട് ശിവക്ഷേത്രത്തിന് സമീപത്തായാണ് അപകട ഭീഷണി ഉയർത്തി ഉണങ്ങിയ കൂറ്റൻ മരം സ്ഥിതി ചെയ്യുന്നത്. മരം ഉണങ്ങിയിട്ട് കുറെ കാലമായെങ്കിലും ഇനിയും മുറിച്ചുമാറ്റാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. നിരവധി വാഹനങ്ങളും വിദ്യാർത്ഥികളടക്കം നിരവധി കാൽനടയാത്രക്കാരും ആശ്രയിക്കുന്ന റോഡരികിലാണ് ഉണങ്ങിയ മരം അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ് ഇതേ റോഡിൽ മാതമംഗലത്ത് ഉണങ്ങിയ മരം വീണ് തലനാരിഴയ്ക്ക് വൻ ദുരന്തം ഒഴിവായിരുന്നു.
മഴക്കാലത്ത് ഈ റോഡിൽ തന്നെയുള്ള മരം കടപുഴകി വീണ സംഭവവും ഉണ്ടായിട്ടുണ്ട്. അതിനാൽ അപകട ഭീഷണിയായി നിൽക്കുന്ന ഈ മരം എത്രയും പെട്ടെന്ന് തന്നെ മുറിച്ചുമാറ്റാൻ ആവശ്യമായ നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പുതുവത്സരത്തെ വരവേൽക്കുവാൻ നാടൊരുങ്ങുമ്പോൾ ആഘോഷത്തിൽ മധുരം നിറയ്ക്കാൻ പയ്യന്നൂർ കോത്തായിമുക്ക് MRS ലൈവ് ബേക്കറി ഫാക്ടറിയും ഒരുങ്ങിക്കഴിഞ്ഞു. കാണാം MRSലെ മധുരവിശേഷങ്ങൾ. പുതുവത്സരത്തെ വരവേൽക്കാൻ ഏവരും ഒരുങ്ങിക്കഴിഞ്ഞു. ആഘോഷങ്ങൾക്കൊപ്പം മധുരം വിളമ്പാൻ കോത്തായിമുക്ക് MRS ലൈവ് ബേക്ക് ഫാക്ടറിയിൽ കേക്കുകളുടെ വൈവിധ്യം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഏവർക്കും പ്രിയപ്പെട്ട പ്ലം കേക്കുകൾക്കൊപ്പം ബട്ടർ സ്കോച്ച്, ബ്ലൂബെറി, വാൽനട്ട്, വാനില, പൈനാപ്പിൾ തുടങ്ങിയ വ്യത്യസ്ത രുചിക്കൂട്ടുകളുള്ള കേക്കുകളും കാരറ്റ്, പൈനാപ്പിൾ, പിസ്ത, സ്ട്രോബെറി, ബട്ടർ സ്കോച്ച് തുടങ്ങിയവയും MRSൽ ഒരുക്കിയിരിക്കുന്നു. കേക്കുകൾ കൂടാതെ മൈസൂർ പാക്ക്, ഹൽവകൾ, പേട, ലഡു, ജിലേബി, ബർഫി തുടങ്ങിയവയും കട്ട്ലറ്റ്, പബ്സ്, സാൻഡ്വിച്ച്, ബർഗർ തുടങ്ങിയ പലഹാരങ്ങളും MRSൽ ലഭ്യമാണ്. നിങ്ങൾക്കൊപ്പം പുതുവത്സരത്തെ വരവേൽക്കാൻ വ്യത്യസ്തമായ രുചികളുമായാണ് MRSും തയ്യാറായിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കണ്ടോത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. കാഞ്ഞങ്ങാട് നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ടൗൺ ടു ടൗൺ ബസും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ദേശീയപാതയിൽ കണ്ടോത്ത് ആയുർവേദ ആശുപത്രിക്ക് സമീപം KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് അപകടം നടന്നത്. കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ടൗൺ ടു ടൗൺ ബസും കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന റെഡ് പ്രശാന്തൻ അനുസ്മരണവും നാടകോത്സവവും ഡിസംബർ 28, 29 തീയതികളിൽ മഹാദേവ ഗ്രാമത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ സുഹൃത്ത് സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന റെഡ് പ്രശാന്തൻ അനുസ്മരണവും നാടകോത്സവവും ഡിസംബർ 28, 29 തീയതികളിൽ മഹാദേവ ഗ്രാമത്തിൽ നടക്കും. 28-ന് വൈകിട്ട് 6 മണിക്ക് നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ VPP മുസ്തഫ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തും. 28-ന് രാത്രി 8:30-ന് ആറ്റിങ്ങൽ ശ്രീധന്യയുടെ അപ്പ എന്ന നാടകവും 29-ന് ആപ്ത പയ്യന്നൂരിന്റെ വെള്ളച്ചി എന്ന നാടകവും അരങ്ങേറും. 29-ന് രാത്രി 9 മണിക്ക് കുണ്ടേങ്കോവൽ സഹൃദയ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ദനയും എന്ന തെരുവ് നാടകവും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സജിത് കുമാർ KP, ഷാജി T, ഷൈജു KP എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ വെള്ളൂർ കണിയേരി ഗ്രാമീണ കലാസമിതിയുടെ 30ാം വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായി കബഡി ഫെസ്റ്റും സാംസ്കാരിക സായാഹ്നവും ഉത്തര കേരള സിനിമാറ്റിക് ഡാൻസ് മത്സരവും സംഘടിപ്പിക്കും. ഡിസംബർ 29-ന് രാവിലെ മുതൽ കബഡി മത്സരങ്ങൾ ആരംഭിക്കും. ഫെസ്റ്റിന്റെ ഉദ്ഘാടനം വൈകുന്നേരം TA മധുസൂദനൻ MLA നിർവഹിക്കും. ഡിസംബർ 11-ന് വൈകുന്നേരം 6 മണിക്ക് വെള്ളൂർ ആലിൻകീഴിൽ നടക്കുന്ന സാംസ്കാരിക സായാഹ്നം എഴുത്തുകാരി ജിൻഷ ഗംഗ ഉദ്ഘാടനം ചെയ്യും. ഉണ്ണിരാജ് ചെറുവത്തൂർ മുഖ്യാതിഥിയായിരിക്കും. തുടർന്ന് ഉത്തര കേരള സിനിമാറ്റിക് ഡാൻസ് മത്സരം നടക്കും. വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ സലാം N, EV രാജേന്ദ്രൻ, സുമതി OP, P സന്തോഷ്, T രവീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്ക്രീൻ റീഡേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന ഏകദിന പരിശീലന ക്യാമ്പ് ശനിയാഴ്ച മാതമംഗലം ആശ്രയ സ്വാശ്രയ സംഘത്തിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ പിലാത്തറയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഴ്ച, ശാരീരിക പരിമിതിയുള്ളവർക്ക് കാൽക്കുലേറ്റർ മുതൽ AI ടെക്നോളജി വരെയുള്ള വിഷയങ്ങളിൽ പ്രായോഗിക പരിശീലനം നൽകുകയാണ് ലക്ഷ്യമെന്ന ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാഴ്ച ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന ശ്രീനിധി കേശവിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷം ആഗസ്റ്റിലാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. താൻ ആർജിച്ച അറിവുകൾ തന്നെപ്പോലുള്ളവർക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രസ്റ്റ് രൂപീകരിച്ചത്. എനേബിൾ ഇന്ത്യയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. രാവിലെ 9-ന് ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും.
സാങ്കേതിക സഹായ ഉപകരണങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ചാണ് ശില്പശാലയിൽ പരിശീലനം നൽകുക. പിലാത്രയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അതുൽ കൃഷ്ണ, ശ്രീനിധി കേശവ്, CM ഉണ്ണികൃഷ്ണൻ, MP ലളിതാംബിക എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. തൃക്കരിപ്പൂർ തെക്കുംപാട് യുവജന ഗ്രന്ഥാലയത്തിൽ MT അനുസ്മരണം നടന്നു. 1996 MT വാസുദേവൻ നായർ ഉദ്ഘാടനം ചെയ്തതാണ് തൃക്കരിപ്പൂർ തെക്കുംപാട് യുവജന ഗ്രന്ഥാലയം. ഒരുപക്ഷെ MTക്ക് മുന്നിൽ ഒരാളേ ഉള്ളൂ, അത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ചങ്ങമ്പുഴ വളരെ പെട്ടെന്ന് മരിച്ചുപോയി. പക്ഷെ ചങ്ങമ്പുഴ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹം ഉണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് MT തന്നെ ഓർമ്മിക്കുന്നുണ്ട്. രമണൻ ഇറങ്ങിയപ്പോ MT ദരിദ്രനാണ്. അന്നത്തെ മലയാളികളിൽ ബഹുഭൂരിപക്ഷവും ദരിദ്രരാണ്. രമണൻ വായിക്കണം. അപ്പൊ MT പറയുന്നുണ്ട്, എത്രയോ ദൂരെയുള്ള ഒരു വീട്ടിൽ പോയിട്ട് അതിന്റെ ഒരു കോപ്പി ഉണ്ട് എന്ന് അറിയുന്ന ഒരു വീട്ടില് മൈലുകളോളം നടന്നിട്ട് ഞാൻ സന്ധ്യക്ക് പോയി. ചെറിയ കുട്ടിയാണ്. അത് അവിടുന്ന് ആ കോപ്പി കൊണ്ടുവന്ന് രാത്രി ചിമ്മിനി വിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് ഈ കോപ്പി മുഴുവനായിട്ട് നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതിയിട്ട് അതിരാവിലെ ഈ പുസ്തകം അവിടെ കൊണ്ടുകൊടുത്ത ഓർമ്മയൊക്കെ അവിടെ തിരിച്ചേൽപ്പിച്ച ഓർമ്മയൊക്കെ MT പങ്കുവെക്കുന്നുണ്ട്. 1996 MT ഉദ്ഘാടനം ചെയ്ത തൃക്കരിപ്പൂർ തേക്കുംപാട് യുവജന ഗ്രന്ഥാലയത്തിൽ MT അനുസ്മരണം നടന്നു. PK സുരേഷ് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കവി കുഞ്ഞിരാമൻ മാസ്റ്റർ, VK രവീന്ദ്രൻ, തൃക്കരിപ്പൂർ വേണു, VK രതീശൻ, V സത്യചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം 7 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച വാർഷിക സപ്തദിന ക്യാമ്പ് സമാപിച്ചു. സമാപന പരിപാടി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിലാത്തറ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NSS യൂണിറ്റിന്റെ ഈ വർഷത്തെ സപ്തദിന ക്യാമ്പ് കടന്നപ്പള്ളി ഈസ്റ്റ് LP സ്കൂളിൽ നടന്നു. ക്യാമ്പിന്റെ ഭാഗമായി ശുചീകരണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, വ്യക്തിത്വ വികസന ക്ലാസുകൾ, കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ സമാപനം തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ നിലയിലുള്ള ഒരാശയം, ഈ നിലയിലുള്ള ഒരു കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സപ്തദിന ക്യാമ്പാണ്. നാളത്തോടുകൂടിയാണ് നിങ്ങളുടെ ഈ ക്യാമ്പിന്റെ പൂർണ്ണമായ ദിവസം പൂർത്തിയാകുക. IV ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. വിജയൻ അടുക്കാടൻ, ഡോക്ടർ KM പ്രസീദ്, K രഘു, രാമചന്ദ്രൻ മാസ്റ്റർ, പങ്കജാക്ഷി ടീച്ചർ, KM ശ്രീലത, PK പ്രജീഷ്, T മനോഹരൻ, സുബിൻ കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മാത്തൽ ടൗണിൽ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി മരം. വിറകിന് പോലും ഉപകരിക്കാത്ത പാഴ്മരത്തിന്റെ സമീപത്തെ വൈദ്യുത തൂണുകളും അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നുണ്ട്. മാത്തൽ ടൗണിൽ വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായി പാഴ്മരം വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു. നല്ലൊരു കാറ്റടിച്ചാൽ ഇത് ഏത് നിമിഷവും പൊട്ടിവീഴാം. വിറകിന് പോലും ഉപകരിക്കാത്തതാണ് ഈ മരം. നിരവധി സ്കൂൾ വിദ്യാർത്ഥികൾ രാവിലെയും വൈകുന്നേരവും ഇതുവഴിയാണ് നടന്നു പോകുന്നത്. മരത്തിന്റെ സമീപത്തെ വൈദ്യുതി തൂണുകളും അപകട ഭീഷണി വർദ്ധിപ്പിക്കുന്നു. മരം പൊട്ടിവീണാൽ സമീപത്തെ കെട്ടിടങ്ങളും ഭീഷണിയിലാകും. ലേലം ചെയ്താൽ പോലും പണം ലഭിക്കാത്ത മരം മരാമത്ത് വകുപ്പോ പഞ്ചായത്തോ മുറിച്ചുമാറ്റി ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അപകടം ഒഴിവാക്കേണ്ടതുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വലിയപറമ്പ അഹമ്മദ് കുരുക്കൾ മെമ്മോറിയൽ യങ് മെൻസ് കൾച്ചറൽ അസോസിയേഷൻ ഓഫീസ് കെട്ടിട സമുച്ചയ ഉദ്ഘാടനം ഡിസംബർ 29 നടക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്താനിരുന്ന പരിപാടികൾ മാറ്റിവെച്ചതായി ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 4.5 പതിറ്റാണ്ടുകളായി വലിയപറമ്പിൽ പ്രവർത്തിക്കുന്ന AKMYMCAയ്ക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച ഓഫീസ് കെട്ടിട സമുച്ചയം ഡിസംബർ 29 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. മണ്ണാർക്കാട് MLA അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. KP അബ്ദുൽ സലാം ഹാജി കോൺഫറൻസ് ഹാളും KPC അഹമ്മദ് ജനസേവന കേന്ദ്രവും TKP അബ്ദുൽ ഖാദർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും PK അബ്ദുൽ ഗഫൂർ ഹാജി എഡ്യൂക്കേഷൻ ആൻഡ് ഗൈഡൻസ് സെന്ററും സഗീർ തൃക്കരിപ്പൂർ പാലിയേറ്റീവ് സെന്ററും U കുഞ്ഞബ്ദുള്ള യൂത്ത് ഗൈഡൻസ് സെന്ററും ഉദ്ഘാടനം ചെയ്യും.
മാറ്റിവെച്ച അനുബന്ധ പരിപാടികൾ മറ്റൊരു ദിവസം നടത്തപ്പെടുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കെ അഹമ്മദ് ഹാജി, PKC ഖാലിദ്, PKC അബ്ദുള്ള, AG അബ്ദുൾ മജീദ് ഹാജി, PK ഷിഹാബ്, TKP അബ്ദുൾ റഹൂഫ് മാസ്റ്റർ, PK അബ്ദുൾ ഖാദർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം കാർണിവൽ ജനുവരി 1 മുതൽ 20 വരെ നടക്കും. കാർഷിക മേഖലയിലെ ഗവേഷണ പുതുമകൾ പ്രദർശിപ്പിക്കുന്നതിനും വിനോദ വിജ്ഞാന ഉപാധികൾ ഉൾപ്പെടുന്ന ഫാം കാർണിവലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. രാമന്തളി താവൂരിയാട്ട് ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് തുടക്കമായി. പ്രകൃതി വിഭവങ്ങൾ കൊണ്ടുള്ള ക്ഷേത്രാലങ്കാരങ്ങളും അടക്കാത്തൂണുകളും കളിയാട്ട മഹോത്സവത്തിന്റെ പ്രത്യേകത. കണ്ണൂർ ജില്ലയിലെ ടൂറിസം കേന്ദ്രമായി മാറി കൈതപ്പുറം. വണ്ണാത്തിപ്പുഴയുടെ കുറുകെയുള്ള കൈതപ്പുറം തൂക്കുപാലം കാണുവാനും ക്യാമറയിൽ പകർത്തുവാനും ഇവിടെ എത്തുന്നത് നിരവധി സഞ്ചാരികൾ. പയ്യന്നൂർ കണ്ടോത്ത് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 5 പേർക്ക് പരിക്ക്. കാഞ്ഞങ്ങാട് നിന്നും കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ടൗൺ ടു ടൗൺ ബസും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. വെള്ളിയാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ ആരുടെയും പരിക്ക് ഗുരുതരമല്ല. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.